കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല തീർക്കപ്പണിയുടെയും സമഗ്ര പൊക്കാളി കൃഷി വികസന പദ്ധതിയുടെയും ഉദ്ഘാടനം നടന്നു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല തീർക്കപ്പണിയും സമഗ്ര പൊക്കാളി കൃഷി വികസന പദ്ധതിയും പേൽസ്പോർട്ട് പാടശേഖരത്തിൽ മുഹമ്മദ് ഷിയാസ് MLA ബ്രിട്ടോ എടയത്തിന് ഞാർ നൽകി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടോ മാഷിന്റെ ഒരു വലിയ കഠിനാധ്വാനമാണ് തീർക്കപ്പണിയാണ്. ഈ പണി എനിക്കറിയില്ല. തീർക്കപ്പണിയാ കർക്കിടക തുടങ്ങുന്ന സമയത്തുള്ള തീർക്കപ്പണിയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ചക്രം ചവിട്ടാൻ പോയത്. ഞാൻ ഉറപ്പിച്ച് അത് നടിയിക്കാനും കളപറിക്കാനും ഒക്കെ കാരണന്മാരൊപ്പം പോയ ഓർമ്മകളാണ് നമുക്കുള്ളത്. അതിനുശേഷം പിന്നീട് കൃഷിയില്ല, പാടങ്ങളെല്ലാം പിന്നീട് നികന്നുപോയി. നമുക്ക് ഇന്ന് കൃഷി അന്യമാകുന്ന ഒരു സാഹചര്യത്തിലാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട്. എറണാകുളം പോലുള്ള ഒരു ജില്ലയാണ്, കൊച്ചി നിയോജക മണ്ഡലമാണ്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം 4 ഏക്കറിലാണ് ഈ കൃഷി ഉണ്ടായിരുന്നത്. എത്രയോ ഏക്കർ സ്ഥലമാണ് ഇവിടെ പാടശേഖരമുള്ളത്. നമുക്ക് അവിടെ ഒന്നും കൃഷി ചെയ്യാനായി ആരും തൽപരരല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മുൻകാലങ്ങളിലൊക്കെ കൃഷി നടന്നുകൊണ്ടിരുന്ന പാടശേഖരങ്ങളാണ് ഇതെല്ലാം. കാരണവന്മാരായിട്ടുള്ള ആളുകൾ അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ കണ്ടാണ് അത് ആ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ സാമൂഹിക സാഹചര്യമല്ല ഇന്നുള്ളത്. പക്ഷെ ഇന്ന് ജീവിത തിരക്കും മറ്റും ഒക്കെയായി ആളുകൾ ജോലിയും മറ്റും ഒക്കെയായി മാറുമ്പോഴും നമ്മുടെ പ്രകൃതിയും നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ സമ്പത്തും ഒക്കെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ അതിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നുള്ളത് കാലഘട്ടം തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അരിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്നത് പോലെ ഈ വരുന്ന സാധനങ്ങളെല്ലാം ഇനി ഈ പറയുന്നത് പോലെ കൃഷിയിടങ്ങളിൽ ഉണ്ടായതാണോ, ഇനി അത് വേറെ എന്തെങ്കിലും കൊണ്ട് നിർമ്മിച്ചതാണോ എന്ന് നമുക്കാർക്കും അറിയില്ല. അങ്ങനെ പല വാർത്തകളും നമ്മൾ കണ്ടു. യഥാർത്ഥ അരിയോടൊപ്പം തന്നെ മറ്റു പല സാധനങ്ങളും അതിനോടൊപ്പം മിക്സ് ചെയ്തു, ഫൈബർ പോലുള്ള മിശ്രിതങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് വിടുന്നതെന്നൊക്കെ നമ്മൾ പല. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംബന്ധിച്ച് വളരെ അഭിമാനത്തോടുകൂടിയാണ് ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം 4 ഏക്കർ കൃഷിയാണ് ആകെ കുമ്പളങ്ങി പഞ്ചായത്തിൽ നടന്നത്. ഇതിനുശേഷം നമ്മള് പലപ്പോഴായിട്ട് 4-5 യോഗങ്ങൾ കൂടിയതിനെ തുടർന്ന് ഏകദേശം 50 ഏക്കർ കൃഷിയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് കൃഷിഭവനുമായി ചേർന്ന് നമ്മൾ നടപ്പിലാക്കി. ഈ പാടശേഖരത്തിന്റെ പ്രത്യേകത, വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്യാതെ കിടക്കുകയായിരുന്നു. ബ്രിട്ടോ മാഷിനെ പറ്റി 2 വാക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കഴിഞ്ഞ 7 വർഷമായി കൃഷി ചെയ്യാതെ കിടന്ന 5 ഏക്കറോളം വരുന്ന പാടശേഖരത്താണ് പ്രത്യേകമായി നെല്ല് വിതച്ച് 20 ദിവസമായ ഞാറുകൾ ഇപ്പോൾ പറിച്ച് നടന്നത്. കഴിഞ്ഞ വർഷം 4 ഏക്കർ കൃഷിയിൽ നിന്ന് 50 ഏക്കറിലേക്ക് കൃഷി ചെയ്യാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 4 ഘട്ടങ്ങളിലായി യോഗം ചേർന്നാണ് മണക്കൂർ, തെക്കുവടക്കൂർ, പുത്തൻകരി, ചുടുകാട് പാടശേഖരങ്ങളിൽ ഈ വർഷം കൃഷി ഇറക്കിയത്. 2 ആഴ്ചയായി വിത്ത് പാകിയ പല പാടങ്ങളിലും പക്ഷിശല്യം കൊണ്ട് പല വിളകളും നശിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് പ്രത്യേകം കരപ്പാടത്ത് തയ്യാറാക്കിയ ഈ ഞാറുകൾ ഇപ്പോൾ പറിച്ചു നടന്നത്. പഞ്ചായത്ത് സൗജന്യമായിട്ടാണ് വിത്തും വളവും അതുപോലെ തന്നെ മറ്റു സഹായങ്ങളും കൃഷി വികസനത്തിന് വേണ്ടിയുള്ള ഭാഗമായി നൽകുന്നത്. സമഗ്ര പൊക്കാളി വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പൊക്കാളി കൃഷിയെപ്പറ്റി പഠിക്കാൻ സെന്റ് ജോർജ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും ഞാറ്റുവേല തീർക്കപ്പണിയിൽ പങ്കുചേർന്നു. ഇതോടനുബന്ധിച്ചുള്ള യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മാർട്ടിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഗരറ്റ് ലോറൻസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജ്യോതി ജൂഡ്, ഗോപി കാരക്കോടത്ത്, ടെസി ജേക്കബ്, പഞ്ചായത്ത് അംഗങ്ങളായ അനഘ ജോസ്. സാറിന്റെ ഈ ഒരു ഉദ്യമം പൂർണ്ണ വിജയമാവട്ടെ, അതിനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ MLAക്ക് ആദ്യമായി ഷീല മാളാട്ട്, കൃഷി ഓഫീസർ ചാന്ദിനി SM, കൃഷി അസിസ്റ്റന്റ് വിനോദ് കുമാർ, സെന്റ് ജോർജ് UP സ്കൂൾ HM റോസ്ബീന, പഞ്ചായത്ത് അംഗങ്ങളായ ഷീല സേവർ, പീറ്റർ ലാലൻ, ഷെർമി ജോഷി, TD സജീവൻ, ജാസ്മിൻ രാജേഷ്, ടോജി കൊച്ചേരി, KS ആന്റണി, KV സാബു, ആനി ഫ്രാൻസിസ്, NN ഉത്തമൻ, ലിനി ലേജു, മേരി ജിൻസ തുടങ്ങിയവർ പങ്കെടുത്തു. നേരം പുലർന്നു പോയേ ഒരു പിടി ഞാറെടുത്തേ തെയ്യാതിനന്താരാ നട്ടിട്ടും തീരുന്നില്ലേ താരാതിനന്താരാം ആദ്യത്തെ കതിര് നോക്കേ തെയ്യാതിനന്താരാം ആദ്യത്തെ കതിര് കണ്ടേ താരാതിനന്താരാം തെയ്യാതിനന്താരാം താരാതിനന്താരാം തെയ്യ
ദിനം താരാം താരാദിനം താരാം ദൈവത്തെ കൈയെടുത്തേ ദിനം താരാം തമ്പുരാൻ വന്നല്ലോ താരാദിനം താരാം നട്ടിട്ടും തീരുന്നില്ലേ ദിനം താരാം മേനി തളർന്നു പോയേ താരാദിനം താരാം. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി. നീ ആ മെയിലും ചെക്ക് ചെയ്തേ. ഞാൻ നോക്കാം. കഴിഞ്ഞ തവണ ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിയതാ. 6 മാസം കൂടി ആയില്ല, അപ്പോഴേക്കും ഇതിന്റെ ലെൻസും മങ്ങി ഫ്രെയിമും ഡാമേജ് ആയി. പക്ഷെ അമ്മയുടെ കണ്ണട ഇപ്പോഴും എത്ര പെർഫെക്റ്റാ. ഞങ്ങള് കൊച്ചിക്കാർക്കേ കണ്ണട എന്നാൽ അത് ജെസൽ ഒപ്റ്റിക്കൽസാ. മറ്റെന്തും വാങ്ങും പോലെ കണ്ണട വാങ്ങാമെന്ന ധാരണ നീ മാറ്റണം. ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ പാരമ്പര്യം, വിശ്വാസ്യത ഇതെല്ലാം പ്രധാനമാണ്. എന്റെ അച്ഛനാണ് എന്നെ ജെസൽ ഒപ്റ്റിക്കൽസിൽ ആദ്യമായി കൊണ്ടുപോയത്. മോളെ ഞാൻ കൊണ്ടുപോകാം. പക്ഷെ എല്ലാ ബ്രാൻഡുകളും അവിടെ കിട്ടുമോ? 2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജെസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജെസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജെസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി.